ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജീംസർഫ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി കുബേര വിവിധ ഭാഷകളിലായാണ് തിയേറ്ററുകളിലെത്തിയത്. ചിത്രം മികച്ച ശക്തമായ വിലയിരുത്തലുകൾ നേടി ബോക്സ് ഓഫീസിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വ്യവസായ ട്രാക്കർ സാൻസ്കലിന്റെ അഭിപ്രായത്തിൽ മൂന്നാം ദിവസമായ ഞായറാഴ്ച കുബേര 17.25 കോടി രൂപയാണ് നേടിയത്. ഇത് ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്ത വരുമാനം 48.50 കോടി രൂപയാക്കി. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഹിന്ദി പതിപ്പ് ആമിർ ഖാന്റെ സിതാരെ സമീൻ പറിൽ നിന്നും കടുത്ത മത്സരമാണ് നേരിടുന്നത്. വെള്ളി, ശനി എന്നീ 2 ദിവസങ്ങളിലായി കുബേരയുടെ ലോകവ്യാപക കളക്ഷൻ 55 കോടി രൂപയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ചിത്രം 18.36 കോടി രൂപയാണ് നേടിയത്. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ 42.65 കോടി രൂപ നേടിയ ധനുഷിന്റെ അവസാന ചിത്രമായ രായണിനേക്കാൾ മികച്ച പ്രകടനമാണ് കുബേര കാഴ്ചവെക്കുന്നത്. 2024 പുറത്തിറങ്ങിയ ധനുഷിന്റെ ആക്ഷൻ ചിത്രമായ ക്യാപ്റ്റൻ മില്ലർ നേടിയ 23.95 കോടി രൂപയുടെ ഇരട്ടി വരുമാനവും കുബേര നേടി. 2022 ശേഷം നാഗാർജുനയുടെ ബിഗ് സ്ക്രീനിലേക്കുള്ള വലിയ തിരിച്ചുവരവ് കൂടിയാണ് കുബേര. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.